അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ റമദാൻ മാസമായിട്ടും മുഅ്മിനീങ്ങളൊക്കെ നന്നാകാൻ ശ്രമിക്കുമ്പോഴും ഈ വഹാബികൾ മാത്രം എന്താണ് നന്നാകാൻ ശ്രമിക്കാത്തത്? തമാശ പറഞ്ഞതല്ല. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഇനി വിഷയത്തിലേക്ക് വരാം. റമദാൻ മാസം മുഅ്മിനീങ്ങൾ പരമാവധി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനാണ് ശ്രമിക്കുക. അതിൽപ്പെട്ടതാണ് തറാവീഹ് നിസ്കാരം 20 റക്അത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണ് തറാവീഹ് നിസ്കരിച്ചത് എന്നത് സ്വഹീഹായ ഹദീസുകളിൽ ഇല്ല എന്ന് വഹാബികൾക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്? സാധാരണ വഹാബികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുത്തുനബിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു കാര്യം വ്യക്തമായി കണ്ടില്ല എങ്കിൽ സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. തറാവീഹിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് വഹാബികൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്തത്? മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 മാത്രമാണ് നിസ്കരിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ 8 മാത്രമാണ് നിസ്കരിച്ചത് എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നിസ്കരിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു ദീനിൽ ഇല്ലാത്ത വിഷയം കടത്തിക്കൂട്ടിയോ? ബിദ്അത്തുകാരനായോ? അല്ലെങ്കിൽ ഉമർ തങ്ങൾ ചെയ്തത് തെറ്റാണ് എങ്കിൽ സ്വഹാബത്ത് എതിർത്തില്ലല്ലോ, ഒരാൾ പോലും എതിർത്തിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹും സ്വഹാബത്തും ചെയ്തതിൽ നിന്ന് എന്താണ് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ പറയും, എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ഹിജ്റ 970 വഫാത്തായ ബഹുമാനപ്പെട്ട ഇബ്നു നുജൈമിൽ മിസ്രി റളിയല്ലാഹു അൻഹു അടുത്ത ബഹ്റു റായിക്കിൽ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് തറാവീഹ് 20 റക്അത്താണ് എന്ന വിഷയത്തിൽ അതിങ്ങനെ സ്ഥിരമായി തുടർന്നു പോരുന്നു. സ്വഹാബത്തും ഒരു എതിർപ്പുമില്ലാതെ അത് അംഗീകരിക്കുന്നു. സുമ്മ മാ സാല അന്നാസു മിൻ ദാലിക സുദ്രി ഇലാ യൗമിന ഹാദാ. പിന്നെ അന്നു മുതലുള്ള ജനങ്ങൾ ഇന്നുവരെ ഒരു എതിർപ്പുമില്ലാതെ മിൻ ഗൈരി നകീരിൻ, ഒരാൾക്കും ഒരു എതിർപ്പുമില്ലാതെ തുടർന്നു പോരുന്നു. വക്കൈഫല, പിന്നെ എങ്ങനെയാണ് അത് എതിർക്കാൻ പറ്റുക? 8 ആണെന്നും 11 ആണെന്നും പറയാൻ പറ്റുക? വഖദ് സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെയും എന്റെ ഹിദായത്ത് സിദ്ധിച്ചവരാകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ വ്യക്തമായി ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിൽ സ്വന്തമായി ഗവേഷണം നടത്തി ഹദീസിനെയും മഹാന്മാരെയും വളച്ചൊടിക്കുന്ന ഇവർ ഇതുവരെയും നന്നായിട്ടില്ല എന്നത് വാസ്തവമല്ലേ? അള്ളാഹു ഇവരെ നന്നാക്കുമാറാകട്ടെ.